നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ വെച്ച് അടുത്ത മുഖംമൂടി എവിടാ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ മുഖംമൂടി അഴിക്കാൻ ഏത് ഉപയോഗപ്പെടുത്തണമെന്ന് അറിയാനുള്ള ചീട്ട് എവിടെ? എന്റെ ദൈവമേ! നല്ല കാലം ഒന്നും സംഭവിച്ചില്ല. മുതലയുടെ വായിൽ പോകുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു വരില്ല എന്ന് പറയുന്നത് സത്യാണോ? സോറി അങ്കിൾ. ചീട്ട് പോയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട. ആ മുഖംമൂടി ആർക്കും കിട്ടാതെ സൂക്ഷിച്ചാൽ മതി. ആ ചീട്ട് ആവശ്യമില്ല. ദുഷ്ടശക്തികളുടെ മന്ത്രശക്തി ഈ സ്ഥലത്തിനുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ മുഖംമൂടി എടുത്ത്. ഒരു നിമിഷം, ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ. ആവശ്യമില്ല. ആ മന്ത്രവാദിനിയുടെ പ്രോഗ്രാമിലാണ്. ഇത് ആരുടെ സ്ഥലമാണോ ജൂലി പറഞ്ഞേ? ഭാവി കാര്യങ്ങൾ പറയുന്നവരാണ്. ഈ ഫോട്ടോയിലില്ലേ, അതാണ് ഇത്. ആരെക്കൊണ്ടും ഭാവി കാലം കാണാൻ പറ്റില്ല. അതൊക്കെ വെറും. ഇതൊരു കെട്ടുകഥയാണെന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. അത്ഭുതകരമായ മാന്ത്രിക ശക്തി. ഇതൊക്കെ വെറും തന്ത്രമാണ്. നമ്മൾ വരുന്ന കാര്യം ഇവർ അറിഞ്ഞിരിക്കും. എന്നാ ബൊമ്മയൊക്കെ നന്നായിട്ടാ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നത് ഈ മുഖംമൂടിക്ക് വേണ്ടിയല്ലേ? അതെങ്ങനെ നിനക്കറിയാം? അങ്ങനെയാണെങ്കിൽ ഇത് എടുത്തോണ്ട് പോകാനാണെന്ന് നിനക്കറിയാം അല്ലേ? ഇത് നിങ്ങൾ എടുത്തോണ്ട് പോകുന്ന നക്ഷത്രം പറഞ്ഞിട്ടില്ല. ഇവനാണ് എടുത്തോണ്ട് പോവാ. നക്ഷത്രം ഒന്നും സംസാരിക്കില്ല. ആ മുഖംമൂടി എന്റെ മുഖത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മറക്കരുത്. മുഖംമൂടി എടുക്കടാ. എന്തൊക്കെയായാലും ഇത് അവനാണ് സ്വന്തമാക്ക. ജൂലി, ഇത് ഭയങ്കര ആപത്തുള്ളതാണ് എന്ന് നിങ്ങൾ പറയൂ എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താ ചെയ്യുന്നെന്ന് അറിഞ്ഞാ കൊള്ളാം. നിനക്ക് സത്യത്തിൽ ഭാവി കാലം അറിയാമെങ്കിൽ ഒരുപക്ഷെ യാക്കു ഈ മുഖംമൂടി ഇടുകയാണെങ്കിൽ അത് അഴിച്ചെടുക്കാനുള്ള ലോഷനാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് എന്തുകൊണ്ട് നിനക്ക് പറയാൻ പറ്റുന്നില്ല? ആ മന്ത്രം ചീട്ടിലല്ലേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നക്ഷത്രം സംസാരിച്ചോണ്ടിരിക്കുക. അതെന്താ പറയുന്നറിയോ? നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരം 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത പറയണ്ട, അതിന് മനസ്സിലുള്ളത് പറ. ഇത് ഞാൻ നോക്കിക്കോളാം. അവനെ വിടരുത് ജാക്കി. അതിങ്ങ് തരോ. അങ്കിളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കു ജൂലി. നമ്മുടെ ജീവിതം പാഴായെന്ന് തോന്നുന്നു. നീയോ? ഞാൻ പറയുന്നത് മറക്കണ്ട. വേണമെങ്കിൽ എഴുതി വെച്ചോ. ഞാനായിരിക്കും നിന്റെ ഭാവി കാലത്തിലെ ശത്രു എന്ന് കരുതിക്കോ. നിങ്ങളിപ്പോ അവിടുന്ന് എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങൾക്കിനി ഭാവി എന്നൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ജൂലി, മുഖംമൂടി എവിടെ? എനിക്ക് സ്വന്തമായിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടുപേരും വളരെ ശക്തിയുള്ള ഷേഡോ ഖാനെ എതിർക്കാൻ തയ്യാറായിക്കോളൂ. ചണ്ട, അജകണ്ട, എനിക്ക് ശക്തിയെ തരൂ. വന്നു കഴിഞ്ഞു എന്റെ സഹോദരങ്ങൾ. സിംഹത്തെ ആരെ കൊണ്ടും കൊഞ്ചാനും പറ്റില്ല. യാക്കുവിനെ ആർക്കും തോൽപ്പിക്കാൻ